ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നായിട്ടൊരു സാരി പ്രീപ്ലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയോ എന്തോ റിമൂവ് ആയിപ്പോയി. എഗെയിൻ ഞാനൊരു സാരി പ്രീപ്ലീറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നമുക്ക് ഓണൊക്കെയാണല്ലോ വരുന്നത്. അടുത്ത മാസം ഓണാണ്. ഇപ്പോൾ ഈ മാസം ഓഗസ്റ്റ്, അടുത്ത മാസം സെപ്റ്റംബർ 15 ആ ഒരു ടൈമിലാന്ന് തോന്നുന്നു ഓണം. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സാരി പ്രീപ്ലീറ്റഡ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മെയിനായിട്ട് ഈ ഒരു എന്താ പറയുക, സെറ്റ് സാരി അല്ലെങ്കിൽ സാധാരണ ഒരു സാരി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആൾക്കാർക്ക് സാരി എടുക്കാൻ, അതായത് പെൺകുട്ടികൾക്ക് ആയിക്കോട്ടെ, അപ്പം അവർക്കൊരു ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓണാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തലേദിവസം തന്നെ പ്രീപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് എടുക്കുമ്പോൾ എന്താ പറയുക, 5 മിനിറ്റ് മതി. കുറേ നേരമൊന്നും വേണ്ട. നമുക്ക് ഏകദേശം ഒരു 5-10 മിനിറ്റ് മതി. നമുക്ക് ഗേൾസിനായിക്കോട്ടെ, ഇപ്പോൾ ഓണ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഓണ സെലിബ്രേഷൻ ഉള്ളത്. ഇപ്പോൾ കമ്പനികളിലായാലും ഓണ സെലിബ്രേഷൻസ് ഉണ്ട്. അവർക്ക് ഉപകാരപ്പെടും എന്ന് വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ സെറ്റ് സാരി ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള കരയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള സെറ്റ് സാരി. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മെഷർമെന്റ്സ് ആണ് വേണ്ടത്. ആ ഒരു മെഷർമെന്റ്സിന് ഇവിടെയും നമുക്ക് വേണ്ടോ. ചടപ്പിക്കാണ്ട് തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ സാരി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ ഒരു അരവണ്ണം നോക്കാം. കേട്ടോ, ഇങ്ങനെ നോക്കാം. ഇത് സെൽഫായിട്ട് എടുക്കുന്ന ഒരു കാര്യാട്ടോ ഞാൻ പറയുന്നത്. നമ്മളിത് ഇവിടെ വെച്ചിട്ട് ഒരു പിന്നിടാം കേട്ടോ. അതാണ് ഫസ്റ്റത്തെ മെഷർമെന്റ്. ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മുന്താണിയുടെ അടുത്ത് പോവാം. മുന്താണി നമ്മളിങ്ങനെ ആക്കിയിട്ട് എത്ര അളവ് വേണം നോക്കാം. മീൻസ് എത്ര ഇറക്കം വേണം എന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഇത്ര ഇറക്കം മതി. ഇവിടെ ഒരു പിന്നിടും കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഒരു പിന്നിട്ടു. നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കില്ലേ, എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുക. നമ്മൾ ഇങ്ങനെയാണല്ലോ കുത്താം. സാരി ഞെറി നമ്മൾ ഇവിടെ ഇങ്ങനെയാണല്ലോ കുത്തുക. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇങ്ങനെ പിടിച്ചിട്ട് വേണം കേട്ടോ ആക്കാൻ. ഇങ്ങനെ ഇവിടെ പിടിച്ച് ഇങ്ങനെ ആക്കാം. അവിടെ ഒരു പിന്നിടാട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മെഷർമെന്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ നമ്മള് ഇവിടെ തൊട്ട് ഈ അറ്റം വരെയുള്ള ഇത് നമ്മൾ പ്ലീറ്റ് എടുക്കും. അപ്പൊ എനിക്ക് ഇത്ര കിട്ടും. ഓക്കെ, നമ്മളെ അതിനനുസരിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. എത്ര രീതിയിലാണോ നോക്കിയിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ് ഇട്ടാം. നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുക, കറക്റ്റ് ആക്കി കൊടുക്കുക. കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു പിന്നിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ അതവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ. ഓക്കെ, ഇവിടെ ഒരു പിന്നിട്ട് കൊടുക്കാം കേട്ടോ. വലിയ പിന്നാണെങ്കിൽ നല്ലത്. ഓക്കെ, അത്യാവശ്യം ഇതുണ്ടല്ലോ, പ്ലീറ്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വലിയ പിന്നിട്ടാൽ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടുത്തെ പ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ മുന്താണിയുടെ അവിടുത്തെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. മുന്താണിയുടെ അവിടുത്തെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എത്ര വീതി വേണം നോക്കാം ആദ്യം. ഓക്കെ, നമുക്കിപ്പോ ഇവിടേക്കുള്ള ഒരു വീതി നമ്മൾ കറക്റ്റാക്കി നോക്കാം. മനസ്സിലായോ? ആ ഒരു വീതിയിൽ നമ്മൾ കറക്റ്റാക്കി എടുത്ത് പിന്നെ നമ്മൾ നെക്സ്റ്റ് എടുക്കുന്ന പ്ലീറ്റുകളൊക്കെ ഇത്തിരി ചെറുതാക്കി എടുക്കുക കേട്ടോ. മനസ്സിലായോ? ഇപ്പൊ ഇതാദ്യം നമ്മൾ ഇങ്ങനെ എടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ എടുക്കുക. ഓക്കെ, ബാക്കിയുള്ള പ്ലീറ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ എടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ഈ സൈഡും എന്താ
ഇങ്ങനെ നമ്മൾ പിടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പിന്നിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷർമെന്റ്സും അതുപോലെ തന്നെ ഈ പ്ലീറ്റ് ഇടലും കഴിഞ്ഞു. ഇനി നമുക്ക് അയൺ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇതേ നമ്മൾ അയൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതിന് മുന്നേ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിളും അതുപോലെ തന്നെ ഒരു ക്ലിപ്പും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അയൺ ചെയ്യാനായിട്ട്. ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതേ ഫസ്റ്റ് നമ്മൾ ഇട്ടിട്ടുള്ളത് മുന്താണിയാണ്. മുന്താണി നമ്മൾ ഇതുപോലെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തു. ആദ്യം പ്ലീറ്റുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. ഈ കര വരുന്നത് കസവിൻ്റെ കര വരുന്നിടത്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അയൺ ചെയ്തതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അല്ലെങ്കിൽ മുകളിലായിട്ട് നമ്മൾ പിന്നിട്ട് കൊടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പിന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, മെഷർമെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരെ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ മുന്താണിയിൽ. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ മുന്താണിയുടെ പിന്നിട്ട് വെച്ച് വരെ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ചെസ്റ്റിൻ്റെ ഭാഗമാണ്. ചെസ്റ്റിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ നമ്മളൊന്ന് വിരിച്ച് വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതവിടെ ഒതുങ്ങിക്കെടുക്കുമല്ലോ. ആ നേരത്ത് നമുക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കണേക്കാൾ നല്ലതാണ് ആ ഒരു ഭാഗം കൂടിയും ചെസ്റ്റിൻ്റെ ഭാഗം കൂടിയും നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. അതൊന്നൊരു അടിയിലേക്ക് കുറച്ചൊന്ന് അടിയിലേക്ക് ഇറങ്ങണ വരെ നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്നും നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തെ അയേണിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്തത് അയൺ ചെയ്യാനുള്ളത് അടിയിലേക്കുള്ള ഫ്ലീറ്റ് ആണ് കേട്ടോ അയൺ ചെയ്യാനുള്ളത്. അത് നമുക്ക് ഈ വയറിൻ്റെ അവിടേക്ക് കുത്തണ വരെയുള്ള ഭാഗം നന്നായി അയൺ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പിന്നിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതായത് ഞാൻ ചെയ്യുന്ന പോലെ നന്നായി അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ നമുക്ക് ഉള്ളിലേക്ക് ആക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊന്ന് അയൺ ചെയ്തിട്ട് ഒന്ന് ബാക്കിൽ കൂടെ ഒന്ന് പിന്നിട്ട് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ക്ലിപ്പ് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ നേരത്തെ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം വെച്ചില്ലേ അതുപോലെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് അയൺ ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അയൺ ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലീറ്റ് ഇട്ട ഭാഗമല്ല, അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. സൈഡിൽ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ അല്ല ഈ കാണിക്കുന്നത് പോലെ അറ്റത്തായിട്ടാട്ടോ നമ്മൾ അയൺ ചെയ്യേണ്ടത്. അയണിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സാരി എടുത്ത് നോക്കി നോക്കാം. അപ്പോൾ അതേ നമ്മളൊന്ന് കാല് അകത്തി വെച്ചിട്ട് സാരി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒന്ന് നടക്കുമ്പോൾ നമുക്ക് തട്ടി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അകത്തി വെച്ചിട്ട് സാരി എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതേ മുന്താണി പിന്നിട്ട് വെച്ചിട്ടുള്ള വരെ നമ്മൾ നേരത്തെ അയൺ ചെയ്യാനായിട്ട് നമ്മൾ പിന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ വരെ ഒന്ന് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് കുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലേക്ക് ഫ്ലീറ്റ് ഇട്ട് വെച്ച് കൊടുത്ത് ഒരു പിന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഉരി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളൊന്ന് അവിടെ പിന്നിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ പിന്നിട്ട് കുത്തി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കണതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഷേപ്പായിട്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലൂസാക്കിയിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഷേപ്പിൽ കിടക്കില്ല. നമ്മൾ സാരി എടുക്കുമ്പോൾ ഒരു ഷേപ്പിൽ കിടക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വലിച്ചെടുത്തിട്ട് അവിടെ താഴേക്കായിട്ട് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ഫ്ലീറ്റും കൂടി എടുത്തിട്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള നമ്മൾ അടിയിലേക്ക് ഇട്ടിട്ടുള്ള ഫ്ലീറ്റുകൾ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് വയറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്നത് ഞാൻ പിടിച്ചിട്ട് ബാക്കി വരുന്നത് നമ്മളൊന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് ഉള്ളിലേക്ക് നമ്മുടെ വയറിൻ്റെ ആ സൈഡിലേക്ക് ആക്കിയിട്ട് ഉള്ളിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാരി ഇടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബ്ലൗസ് ഇട്ടിട്ടൊന്ന് വന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ബ്ലൗസ് ഇട്ടിട്ട് വന്ന ഒരു ലുക്ക് എന്ന് പറയണത്. പിന്നെ നമുക്ക് സാരി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡിൽ ഒരു പിന്ന് കുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത് ഇതാണ്.
അപ്പം ഞാൻ ഈ സാരി എടുക്കുന്ന അല്ലെങ്കിൽ സാരി പ്രീപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. നിങ്ങളങ്ങനെ ഒന്ന് എടുത്ത് നോക്കുക, എന്നിട്ട് എടുത്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അതേ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണത് ഇതാണ് കേട്ടോ. ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഇനി സാരി എടുക്കാം, ഓണത്തിനായിക്കോട്ടെ വേറെ എന്തിനായിക്കോട്ടെ നമുക്ക് എളുപ്പത്തിൽ സാരി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.